ശ്രിയകാര്യസിദ്ധേർത്തി യസൽ സുഖർദ്ധേ പതിം സജ്ഞനാനം ഗതിദൈവധാനം നിയന്തര മന്ദസ്വയം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്ര ദേശത്താണ്. ഗണാനാമാദീശം ഗുണാനാം സ്വദേശം കരീന്ദ്രാനാം ബീജഗണപതിയുടെ വലംപിരി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് മള്ളിയൂരിലുള്ളത്. അത്യപൂർവമായ വൈഷ്ണവ ഗണപതി സങ്കല്പം. ഭവാനീതനുജം ജഗത് പ്രാണവീര്യം ജനത്രാണശൗര്യം സുരാഭിഷ്ടകാര്യം സദലക്ഷോഭ്യധൈര്യം ഗുണിശ്ലാഘ്യചര്യം ഗണാധീശവർയം ഭജേ വിഘ്നരാജം. ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഉന്നതവും ഉദാത്തവുമായ മനീഷിയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രായോഗിക ജീവിതമാർഗത്തിന്റെ അരുൾമൊഴികൾ ഏറ്റുവാങ്ങുന്ന ഒരു തലമുറയുടെ പ്രതീകമാണത്. ഭജേ വിഘ്നരാജം ഭവാനീതനുജം നിരസ്താന്തരായം പരിധ്വസ്തമായം ചിദാനന്ദകായം സദാ മത്സഹായം. ഭാഗവത കഥ കേൾക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഊർജ്ജസ്വലതയും കർമ്മകുശലതയുമാണ് ഈ അപൂർവ സംഗമം ദ്യോതിപ്പിക്കുന്നത്. ഭവാനീതനുജം വരം ചാളഭയം പരപാശഹസ്തക്ഷസൂത്രം ശ്രീണീം ബീജപൂരം കരൈവങ്കജം ച ദദാനം സരോജാസനം ശക്തിയുക്തം ഭജേ വിഘ്നരാജം ഭവാനീതനുജം മഹാമൂഷികാരൂഢ മാധാരസത്യ സമാരാധീതാം ക്രീ. ചിന്തയും പ്രവൃത്തിയും ബുദ്ധിയും സിദ്ധിയും തമ്മിലുള്ള ഉണ്ടാകേണ്ട ഐക്യഭാവവും ഇവിടെ പ്രത്യക്ഷമാകുന്നു. മള്ളിയൂരിലെ മഹാഗണപതി ക്ഷിപ്രപ്രസാദിയാണ്. വലംപിരിയായ തുമ്പിക്കൈയിൽ മാതളനാരങ്ങയും കൈകളിൽ മഴു, കയർ, കൊമ്പ്, ലണ്ടു എന്നിവയുമുണ്ട്. അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുന്ന ഗണേശ രൂപമാണ് ജ്യോതിഷ ചിന്തയിൽ തെളിഞ്ഞത്. ഇത്തരത്തിലുള്ള ചിത്രാലേഖനമാണ് ഏറെ പ്രചാരം നേടിയത്. ഭജേ വിഘ്നരാജം ഭവാനീതനുജം വൈഷ്ണവ ഗണപതി സങ്കല്പം മള്ളിയൂരിൽ എങ്ങനെയുണ്ടായി? അതേപ്പറ്റി മള്ളിയൂർ തന്നെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: തന്ത്രശാസ്ത്രത്തിൽ രണ്ട് പ്രധാന സംഗതികളുണ്ട്. ഒന്ന്, ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയുടെ മൂലമന്ത്രമേ ശ്രീകോവിലിനുള്ളിൽ ചൊല്ലാവൂ, മറ്റൊന്നും പാടില്ല. ഓരോ ദേവനും അർപ്പിക്കാവുന്നതും നിഷിദ്ധവുമായ പൂക്കളുണ്ട്. ഇതിനനുസരിച്ച് ഉത്തമ പുഷ്പങ്ങൾ മാത്രമേ അർപ്പിക്കാവൂ, നിഷിദ്ധമായവ അരുത്. ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ശാസ്ത്രം ഞാനങ്ങ് തെറ്റിച്ചു. രണ്ടാമത്തേതിൽ കൈവച്ചില്ല. ഗണപതിക്ക് അർപ്പിക്കാവുന്നതും അലങ്കരിക്കാവുന്നതുമായ പൂക്കളെ ശ്രീകോവിലെടുക്കൂ. ഗണപതിയുടെ മുന്നിൽ ധ്യാന ശ്ലോകത്തിന് പകരം ഭാഗവതമാണ് ഞാൻ വായിച്ചത്. ഗണപതിക്കരികിൽ തന്നെ സാളഗ്രാമം വെച്ച് പൂജയും നടത്തി.
ഇതിലൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്നോ ശാസ്ത്രമുണ്ടെന്നോ ഞാൻ നോക്കിയില്ല. താന്ത്രിക വിധിയേക്കാളും ശാസ്ത്രത്തെക്കാളുമൊക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകിയത് ഭഗവത് സമർപ്പണമായിരുന്നു. ഞാനത് നിരന്തരമായി ചെയ്തു. വിഘ്നേശ്വരനെ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചും പുഷ്പാഞ്ജലികൾ കഴിച്ചും വൈഷ്ണവോപാസന നടത്തിയും ഞാൻ എൻ്റെ ഭഗവത് സേവ മുടങ്ങാതെ നിർവഹിച്ചു. ഇതൊന്നും ശാസ്ത്രവിധി പ്രകാരമല്ല. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, ഞാനത് ചെയ്തു. എന്തോ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാകണം വിഘ്നേശ്വര വിഗ്രഹത്തിൽ കൃഷ്ണൻ തെളിഞ്ഞു വന്നത്. ദേവപ്രശ്നത്തിലും തെളിഞ്ഞത് അതാണ്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി 4 പതിറ്റാണ്ടിലേറെ ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ സാളഗ്രാമം വെച്ച് ഭാഗവതം വായിച്ചു. മള്ളിയൂരിന്റെ ആത്മതർപ്പണത്തിന്റെ ഫലമായി വിഘ്നേശ്വരനിൽ വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്നുവെന്നാണ് ജ്യോതിഷ പ്രശ്നത്തിൽ വെളിവായത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഒരു പുരാതന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഒരു കാലത്ത് വലിയൊരു മഹാക്ഷേത്രമായി തീർന്നിരുന്നു. പിന്നെ അത് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. പിന്നീട് അച്ഛൻ്റെ ഉപാസനയോടുകൂടിയാണ് ഈ ക്ഷേത്രം വലുതായി തുടങ്ങിയത്, ശ്രേയസ്കരമായി തീർന്നത്. അച്ഛൻ മിക്കവാറും എല്ലാ സമയത്തും മഹാഗണപതിയുടെ മുമ്പിലായിരുന്നു തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഉപാസന കൊണ്ട് വലിയൊരു മഹാക്ഷേത്രമായി തീർന്നു മഹാഗണപതി. ഗണപതിയെയും വൈഷ്ണവരൂപമായ സാളഗ്രാമത്തെയും ഒരുപോലെയാണ് ഉപാസിച്ചുകൊണ്ടിരുന്നത്. ഗണപതിക്ക് പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മഹാവിഷ്ണുവിനും പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതുപോലെ തന്നെയല്ല, എല്ലാ ദിവസവും ശ്രീകോവിലിനുള്ളിൽ വെച്ച് ഭാഗവതം വായിക്കുമായിരുന്നു. ഭാഗവതം ഓരോ ശ്ലോകവും പുഷ്പാഞ്ജലിയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഉപാസന ശക്തിയാണ് ഇന്നീ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രേയസ്. ഇവിടെ അച്ഛൻ ഓരോന്നിനും ഓരോ വഴിപാടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി മുക്കുറ്റി പുഷ്പാഞ്ജലി, തടസ്സങ്ങൾ മാറുവാനായിട്ട് 1000 കുട അഭിഷേകം, അപ്പം മൂടൽ ഒക്കെ വളരെ പ്രധാനമായിരുന്നു. ഇപ്പോഴും ആ വഴിപാടുകളൊക്കെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് തടി എന്ന വഴിപാട് ഇവിടെ പണ്ട് മുതൽ ചെയ്യാറുണ്ട്. തടി എന്ന് പറഞ്ഞാൽ അടപോലെയുള്ളൊരു നിവേദ്യമാണ്. ആ വഴിപാട് കഴിച്ചാൽ, അത് പ്രസാദമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അനുഭവം ഉണ്ടാകുമെന്നാണ് പറയാറുള്ളത്. അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവങ്ങളുമാണ്. പിന്നെ വിവാഹം നടക്കുവാനായിട്ട് പഴമാല 12 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 12 ചൊവ്വാഴ്ച ഒക്കെ പഴമാല വളരെ പ്രധാനമാണ്. സന്താന ലബ്ധിക്കായി പാൽപ്പായസം വളരെ പ്രധാനമാണ്. അത് 12 വ്യാഴാഴ്ചയാണ് പതിവുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും അച്ഛൻ ഓരോ നിശ്ചയിച്ച വഴിപാടുകൾ ഇപ്പോഴും മുടങ്ങാതെ ഭക്തന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വരാർപ്പണമാണ് വേണ്ടത് എന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലാണ്, ചതുർത്ഥി നാളിലാണ്, ആ ചതുർത്ഥി തിഥിയിലാണ് നടക്കാറുള്ളത്. എല്ലാ വർഷവും
വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ആഘോഷമാണ് വിനായക ചതുർത്ഥി മഹോത്സവം. ഇവിടെ കുറേ വർഷങ്ങളായി കൊടിയേറി ഉത്സവമാണ് നടക്കാറുള്ളത്. 8 ദിവസത്തെ ഉത്സവമാണ്. 7-ാം ദിവസമാണ് വിനായക ചതുർത്ഥി പതിവുള്ളത് നടത്താറുള്ളത്. അന്നത്തെ ദിവസം 10,000 ആയിരം കൊണ്ടുള്ള മഹാഗണപതി നടക്കുന്നു, ഗജപൂജ നടക്കുന്നു. 12 ആനകളാണ് ഗജപൂജയ്ക്കായി ഇവിടെ എത്തിക്കാറുള്ളത്. പിന്നെ വലിയ വലിയ കലാകാരന്മാരുടെ മേളപ്രമാണിമാരുടെ മേളം നടക്കുന്നു. മട്ടന്നൂർ പെരുമന ഇവരുടെയൊക്കെ മേളമാണ് നടക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അന്ന് വന്നു ചേരുന്നത്. അനവധി ഭക്തന്മാർ വിനായക ചതുർത്ഥി ദിവസം ഈ 10,008 നാളികേരം മഹാഗണപതിയിൽ പങ്കെടുക്കാറുണ്ട്. അവർക്കൊക്കെ ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ പങ്കെടുക്കുന്നത്. ഇവരൊക്കെ ഇനിയും മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും എല്ലാവരുടെയും അർപ്പണം ഉണ്ടാകണമെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. നാരായണ. ഗുണിശ്ലാഘ്യചര്യം ഗണാധീശവർയം ഭജേ വിഘ്നരാജം ഭവാനീതനുജം ചലദ്രകുന്ദ്രതുണ്ഡം ചതുർബാഹുദണ്ഡം മദസ്രാവിഖണ്ഡം മിളച്ചാരുഗണ്ഡം കനദണ്ഡകാണ്ഡം മുനിത്രാണചണ്ഡം ഭജേ വിഘ്നരാജം ഭവാനീതനുജം നിരസ്താന്തരായം പരിധ്വസ്തമായം ചിദാനന്ദകായം സദാ മത്സഹായം അജസ്രാനപായം ത്വജം ചാപ്രമേയം. ഈ ചതുർത്ഥി ദിനത്തിൽ ഗജകേസരി യോഗത്തിൽ എല്ലാ ഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യവും ഒന്ന് അനുഭവിക്കും. ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ ആ ജോലി നേടിയെടുക്കുക തന്നെ ചെയ്യും. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരുക തന്നെ ചെയ്യും. ധനം വരാനുണ്ടെങ്കിൽ ആ ധനം വരിക തന്നെ ചെയ്യും. വിദേശ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോയേ മതിയാവും. അതുപോലെ തന്നെ വീട് വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതും സാധ്യമാകും. രാജകീയ പദവികൾ അലങ്കരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. ദേശത്തായാലും സ്വദേശത്തായാലും വിദേശത്തേക്ക് കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ സമയം മാറുകയാണ്. പല പ്രശ്നങ്ങളാണ്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. കുടുംബപരമായിട്ടുള്ള പ്രശ്നമാകാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം, അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുമൊക്കെ മാറി ജീവിതത്തിലേക്ക് ഒരു വലിയ ഉയർച്ച വന്നു ചേരും. ബുദ്ധിയുടെയും ശക്തിയുടെയും വിജയത്തിന്റെയും ദിവസമാണ് ചതുർത്ഥി. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വന്നു ചേരും. ആശയങ്ങൾ വിജയത്തിലേക്ക് എത്തും. ഭാഗ്യമുള്ള എല്ലാ രീതിയിലും വിജയിക്കുന്ന ഒരുപാട് ധനം സമ്പാദിക്കുന്ന, അറിവുകൾ സമ്പാദിക്കുന്ന, ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന യോഗമാണ് നിങ്ങൾക്ക് വേണ്ടി ഗണപതി തരുന്നത്. ഒരാൾക്ക് ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നത് ബുദ്ധിയുടെയും ശക്തിയുടെയും വിജയത്തിന്റെയും കാരകനായ ഗണപതിയാണ്. ഏറ്റവും അനുകൂലമായി നിൽക്കുന്നതും ഒപ്പം മറ്റ് ഗ്രഹങ്ങൾ ഗുണസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഗജകേസരി യോഗം ഭവിക്കും. അങ്ങനെ ഗജകേസരി യോഗം ഭവിക്കുന്ന ഒരുപാട് ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകരെ നമുക്ക് നോക്കാം. നാളത്തെ പൂജയിൽ ഓർക്കേണ്ടവർ നിങ്ങളുടെ നാളും പ്രാർത്ഥനാ വിഷയവും കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നാം കുറിച്ചെടുത്ത് നാളത്തെ പൂജാവേളയിൽ എന്റെ ഉപാസനമൂർത്തിയായ ഗണപതിയുടെ പൂജയിൽ നിങ്ങളെ ഓർക്കുന്നതുമായിരിക്കും. സുരാഭിഷ്ടകാര്യം സദലക്ഷോഭ്യധൈര്യം ഗുണിശ്ലാഘ്യചര്യം ഗണാധീശവർയം. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന ഭാഗവും രോഹിണിയും മകീരത്തിന്റെയും ആദ്യ പകുതിയും വരുന്ന ഇടവക്കൂറ് നാളുകാർക്കും മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ ഗജകേസരി യോഗം സംഭവിക്കും. കാർത്തിക, രോഹിണി, മകീരം, കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും
രോഹിണിയും മകേരത്തിന്റെയും ആദ്യ പകുതിയും വരുന്ന ഇടവക്കൂറിലെ നക്ഷത്ര ജാതകം തീർച്ചയായും ഭാഗ്യമാണ്. തൊഴിൽപരമായി പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ എല്ലാ കാര്യത്തിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായങ്ങൾ ഉണ്ടാകും. വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ദുരിതങ്ങൾ അങ്ങ് ആയുരാരോഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ആനന്ദപൂർണമായും ഐശ്വര്യപൂർണമായ ജീവിതവും ഇവർക്കുണ്ടാകും. അനുഭവങ്ങൾ ഇനി ഇവരുടെ മുന്നിൽ വന്നു ചേരും. സാധിക്കാത്ത കാര്യങ്ങൾ പൂർണ്ണമായും ഇവർക്ക് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചേക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് ഗജകേസരി യോഗമാണുള്ളത്. നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം വരുന്ന കർക്കിടക നക്ഷത്രക്കാർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യത്തിൽ എല്ലാ ഐശ്വര്യവും, പുതിയ സംരംഭം ആരംഭിക്കുന്നവർക്ക് അതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും സാധ്യമാകും. ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവർക്ക് ഇണങ്ങി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഐശ്വര്യങ്ങൾ ഉണ്ടാകും. വ്യാപാരം അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളാണ് ഇവർക്ക് ഏറ്റവും അധികം വന്നിരിക്കുന്നത്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. കരിയറിൽ ഉദ്ദേശിച്ച പോലെ ഇവർക്ക് വലിയ ഉയർച്ച കൊണ്ടുവരാൻ സാധ്യമാകും. മാനസികമായ പ്രശ്നങ്ങളെല്ലാം അകലും. ശാന്തിയും സംതൃപ്തിയും എല്ലാ മേഖലകളിലും അനുഭവിക്കും. അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്ന് കരുതി ആശുപത്രിയിൽ പോകാതിരിക്കരുത്. കൃത്യമായ സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി നല്ല ഡോക്ടറെ കണ്ട് നല്ല ചികിത്സ നടത്തുക. വലിയ നേട്ടങ്ങൾ, വലിയ ഭാഗ്യങ്ങൾ, വലിയ വലിയ അനുഭവങ്ങൾ ഉറപ്പാണ്. അടുത്ത നക്ഷത്രക്കാർ കന്നി ഉത്രം. നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും വരുന്ന നാളുകാർക്ക് എല്ലാം കൊണ്ടും നേട്ടമായിരിക്കും. കർമ്മരംഗത്ത് എല്ലാ ഭാഗ്യവും ഇവർക്കുണ്ടാകും. വീട് വെക്കാനുള്ള യോഗം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശ രാജ്യത്ത് പഠിക്കുവാനും ജോലിക്ക് പോകുവാനുള്ള യോഗം, പിണങ്ങി നിന്നവർ ഇണങ്ങാനുള്ള യോഗം വന്നു ചേരും. ദാമ്പത്യ ബന്ധത്തിൽ ഒരു ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ മാറി ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും. അത്രയേറെ നേട്ടത്തിലേക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ആണ് വരുന്നത്. ഒരു ബിസിനസ് ഒക്കെ വിജയിക്കാനായിട്ട് കാണുന്നുണ്ട്. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ തുടങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇല്ലാതാകും. ഐശ്വര്യമുണ്ടാകും. നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും. അടുത്തത് തുലാം രാശിക്കാർ. നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും വരുന്ന നാളുകാർക്ക് ഗജകേസരി യോഗം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ഈ നാളുകാർക്ക് ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരും. അതിലൂടെ സ്ഥാനമാനങ്ങളും കീർത്തിയും അനുഭവിക്കും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള യോഗം, വ്യാപാരങ്ങളിൽ ഏർപ്പെടും. അത് വിജയത്തിലെത്തും. അധികം ലാഭമുണ്ടാക്കും. കർമ്മരംഗത്ത് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ജീവിതത്തിൽ പല ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന സമയമാണ്. കുടുംബത്തിൽ എല്ലാ ആനന്ദവും എല്ലാ സന്തോഷവും ഇവർ അനുഭവിക്കും. സമാധാനമുണ്ടാകും. എല്ലാ ഐശ്വര്യങ്ങളും നേടാൻ ഇവർക്ക് കഴിയും. ഇവരെല്ലാവരും ഗണപതിയുടെ അനുഗ്രഹം തേടണം. പ്രത്യേക പൂജകളൊക്കെ നടത്തണം. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുള്ള വലിയ അവസരമാക്കി മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവസരങ്ങൾ സാധ്യമാകും. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പൂജ നടത്തണം. ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. ജീവിതം മാറി സൂര്യനെ പോലെ നിങ്ങൾ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. മഹാഗണപതിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. സരോജാസനം ശക്തിയുക്തം ഭജേ വിഘ്നരാജം ഭവാനീതനുജം മഹാമൂഷികാരൂഢ. പ്രധാന വഴിപാടുകൾ: മഹാഗണപതി ഹോമം. മറ്റു ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ വള്ളിയൂരിലും പ്രധാന വഴിപാട് ഗണപതി ഹോമം തന്നെയാണ്. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശ്രേഷ്ഠമായ ഫലസിദ്ധിയുടെ വഴിപാടായി. പൂജയും ഹോമവും ഒക്കെ നടത്തുമ്പോൾ സാധകന്റെ പാണ്ഡിത്യമല്ല, ദേവന്റെ സാന്നിധ്യമാണ് അനുഭവഭേദ്യമാകേണ്ടത്. പൂജയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിക്കും താനാണ് ഭഗവത് ചരണത്തിൽ ലയിച്ചതെന്ന് തോന്നണം. അഹംബോധം ഹോമിക്കപ്പെട്ടതായും ആത്മതേജസ് തിളങ്ങുന്നതായും തോന്നണം. സർവ്വ ഐശ്വര്യത്തിനും ശ്രേയസിനും മാനസിക സ്വസ്ഥതയ്ക്കും വേണ്ടിയാണ് ഭക്തജനങ്ങൾ മള്ളിയൂരിൽ മഹാഗണപതി ഹോമം നടത്തുന്നത്. മുക്കുറ്റി പുഷ്പാഞ്ജലി. ഒരു പതിറ്റാണ്ടിലേറെയായി മുക്കുറ്റി പുഷ്പാഞ്ജലി മള്ളിയൂർ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടായി ഭക്തജനങ്ങൾ കരുതി പോരുന്നു. വേരോടെ പറിച്ചെടുത്ത 108 ചുവട് മുക്കുറ്റി പ്രത്യേകം തയ്യാറാക്കുന്ന ത്രിമധുരത്തിൽ മുക്കി അർപ്പിക്കുന്നതാണ് വഴിപാട്. തീവ്ര സാധനയോടെ ചെയ്യുന്ന ചടങ്ങായതിനാൽ ഒരു ദിവസം 5 പുഷ്പങ്ങളെ സ്വീകരിക്കാറുള്ളൂ. അഭീഷ്ടസിദ്ധിക്കായി നടത്തുന്ന വിശേഷാൽ വഴിപാടാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി. ഉദയാസ്തമന പൂജ. താന്ത്രിക വിധി പ്രകാരം വിഗ്രഹാദി ഉപാധികളിലേക്ക് ആവാഹിച്ച് ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ നിവേദ്യങ്ങൾ സമർപ്പിച്ചാണ് ക്ഷേത്രങ്ങൾ പൂജ നടത്തുന്നത്. പൂജകളിൽ
പരമപ്രധാനം ഉദയാസ്തമന പൂജയാണ്. സർവ്വ വിധത്തിലുള്ള ഐശ്വര്യത്തിനായിട്ടാണ് ഉദയാസ്തമന പൂജ നടത്തുന്നത്. വ്യത്യസ്തങ്ങളായ 18 പൂജകളാണ് ഉദയാസ്തമന പൂജയിൽ ഉൾപ്പെടുന്നത്. മള്ളൂർ ഗണപതിക്കും സാളഗ്രാമത്തിനും ദുർഗ, അന്തിമഹാകാളൻ, യക്ഷി, ശാസ്താവ്, സർപ്പം തുടങ്ങിയ ഉപദേവതകൾക്കും പ്രത്യേക പൂജകളും സഹസ്ര കലശം, 1000 കുടം ജലം അഭിഷേകം നടത്തുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് സഹസ്ര കലശം. പ്രതിബന്ധങ്ങൾക്ക് പരിഹാരമായും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായും 1000 കുടം ജലാഭിഷേകം നടത്താറുണ്ട്. പഴമാല വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുവാനും കുടുംബ ശ്രേയസിനും വേണ്ടി നടത്തുന്ന വിശേഷാൽ വഴിപാടാണ് പഴമാല. 28 കദളിപ്പഴം കൊണ്ടുള്ള നക്ഷത്രമാലയാണ് വിഘ്നേശ്വരന് സമർപ്പിക്കുന്നത്. തടി നിവേദ്യം പലവിധ രോഗങ്ങളിൽ പെട്ടുഴലുന്നവർ ഭഗവാനായി സമർപ്പിക്കുന്ന വിശേഷാൽ നിവേദ്യത്തിനാണ് തടി വഴിപാട് എന്ന് പറയുന്നത്. അരിപ്പൊടി, ശർക്കര, നാളികേരം ഇവ കലർത്തി ആവിയിൽ വേവിക്കുന്ന നിവേദ്യമാണിത്. ചതുർത്ഥിയൂട്ട് പിതൃദോഷ പരിഹാരം സങ്കല്പിച്ചാണ് വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി നാളിൽ ചതുർത്ഥിയൂട്ട് നടത്തുന്നത്. പിതൃ സദ്ഗതിക്ക് വിശേഷമാണ് ഈ വഴിപാട്. പാൽപായസം സന്താന ലബ്ധിക്കും സൽസന്താന ലാഭത്തിനുമായിട്ടാണ് ഭക്തർ മള്ളിയൂരിൽ പാൽപായസം വഴിപാട് നടത്തുന്നത്. മുഴുക്കാപ്പ് ചന്ദനാതിലേപം കൊണ്ട് ഗണേശ വിഗ്രഹം അലങ്കരിച്ച് പ്രത്യേക പൂജകളും ദീപാരാധനയും നടത്തുന്നു. തുലാഭാരം പുഷ്പാഞ്ജലി സർവ്വവിധമായ അനുഗ്രഹ ലബ്ധിക്കായുള്ള തുലാഭാരം വഴിപാട് ദുഃഖശമനത്തിനും സങ്കടമോചനത്തിനുമായി നെയ്വിളക്ക് തെളിക്കൽ, പൂർണ്ണ പുഷ്പാഞ്ജലി, നിറമാല തുടങ്ങിയ വഴിപാടുകളും മള്ളിയൂരിൽ ക്ഷേത്രത്തിൽ ധാരാളമായി നടന്നുവരുന്നു. സുരാണാം വരിഷ്ഠം ഗുണാനാമധീശം ഭജേ വിഘ്നരാജം ഭവാനീതനുജം ഗണാധീശ സാമ്രാജ്യ സിംഹാസനസ്ഥം സമാരാധ്യമബ്ജ സനദൈ സമസ്ത്യഹി ശ്രിയകാര്യസിദ്ധേർത്തി യസൽ സുഖർദ്ധേ പതിം സജ്ഞനാനം ഗതിദൈവധാനം നിയന്തര മന്ദസ്വയം ഭസമാനം ഭജേ വിഘ്നരാജം ഭവാനീതനുജം ഗണാനാമാധീശം ഗുണാനാം സുദേശം കരീന്ദ്രാനാം കന്ദർപ്പമാനം ബഹുർബാഹുയുക്തം ചിദാനന്ദസക്തം ഭജേ വിഘ്നരാജം ഭവാനീതനുജം ജഗത്പ്രാണവീര്യം ജനത്രാണശൗര്യം സുരാഭീഷ്ടകാര്യം സദലക്ഷോഭ്യധൈര്യം ഗുണിശ്ലാഘ്യചര്യം ഗണാധീശവർയം ഭജേ വിഘ്നരാജം ഭവാനീതനുജം ചലദ്രകുന്ദ്രതുണ്ഡം ചതുർബാഹുദണ്ഡം മദസ്രാവിഖണ്ഡം മിളച്ചാരുഗണ്ഡം കനദണ്ഡകാണ്ഡം മുനിത്രാണചണ്ഡം ഭജേ വിഘ്നരാജം ഭവാനീതനുജം നിരസ്താന്തരായം പരിധ്വസ്തമായം ചിദാനന്ദകായം സദാ മത്സഹായം അജസ്രാനപായം ത്വജം ചാപ്രമേയം ഭജേ വിഘ്നരാജം ഭവാനീതനുജം വരം ചാളഭയം പരപാശഹസ്തക്ഷസൂത്രം ശ്രീണീം ബീജപൂരം കരൈവങ്കജം ച ദദാനം സരോജാസനം ശക്തിയുക്തം ഭജേ വിഘ്നരാജം ഭവാനീതനുജം മഹാമൂഷികാരൂഢ മാധാ